ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ ചേച്ചീനെ ഡിസ്ചാർജ് ചെയ്തില്ല, കുറച്ച് ദിവസം കഴിയും. കൊച്ചിനെ കൊണ്ട് വന്നില്ല. കൊച്ചിനെ കൊണ്ട് ഇന്നലെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നായിരുന്നു, പക്ഷെ കൊച്ചിനെ കൊണ്ട് വന്നില്ലല്ലോ അമ്മ. കൊച്ചിന് ചെറുതായിട്ട് ബ്ലഡിൽ കൗണ്ട് കുറഞ്ഞു പോയി. അതുപോലെ കുറച്ച് വയ്യായ്ക ഉണ്ട്. അപ്പം എന്തായാലും ബുധനാഴ്ച വരുള്ളൂ. ഓക്കെ ആയി വരുന്നു. പിന്നെ ചേച്ചിക്കും അതുപോലെ തന്നെ പ്രസവമൊക്കെ നിർത്തിയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനങ്ങ് ചെല്ലും. അതിൽ ലിതിമോളും അവിടെ നിന്ന് വരും. അപ്പോൾ ലിതിമോള് വരുമ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും. പിന്നെ ആദ്യം ഉണ്ടായിരുന്നു, ആദ്യനെ കൊണ്ടുവരാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. അപ്പോൾ ചാച്ചിയമ്മ ഉള്ളിലുണ്ട്, ഏലുക്കുട്ടിയമ്മ ഉണ്ട്. ഏലുക്കുട്ടിയമ്മ വയ്യാണ്ട്, അമ്മയ്ക്ക് 2-3 ദിവസം യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൈക്ക് തീരെ വയ്യ കേട്ടോ. അപ്പോൾ അമ്മേനെ കൊണ്ടുപോകുന്നില്ല. അതുപോലെ മേളിൽ ചേട്ടായും ചേച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് കൊച്ചിനെ കൊണ്ട്. കൊച്ചിനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് അടിമാലിൽ ഇറങ്ങാം. അവർ ESAയിലാട്ടോ പോകുന്നത്, നമ്മുടെ നിംസ് കുഞ്ഞാശ്ശേരി കുഞ്ഞാവയുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അത് പിള്ളേരെ ഹോസ്പിറ്റലിലാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് വരട്ടെ, സമയമില്ല. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ ഞാൻ പറഞ്ഞു വിടണേ കേട്ടോ. അപ്പോൾ പോട്ടെ, ഓക്കെ, ബൈ. ലക്ഷ്മേ പോകുന്നേ. വെയിലായി തുടങ്ങി കേട്ടോ. രാവിലെ ഭയങ്കര തണുപ്പും, വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടും കേട്ടോ. അച്ഛനും ചേച്ചിയും കൊച്ചും ഞാനും കൂടി യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എന്നെ എന്തായാലും അവർ അടിമാലി വിട്ടിട്ട് നേരെ കോട്ടയത്തിന് പോകും. അവരെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ പമ്പിലൊക്കെ കയറി, രാജകുമാരി പമ്പിലാട്ടോ കയറിയത്. അങ്ങനെ നേരെ നമ്മൾ പോവാണ്. ഇനി ഞാൻ വീഡിയോസൊന്നും എടുക്കില്ല. എന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഈ സ്ഥലം കാണിച്ചത് നിങ്ങൾക്കും ബോറായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിത് ആശുപത്രിയിലെത്തി. അപ്പോൾ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ ആ റൂമിലല്ല, വേറെ എവിടെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കൃപാസനത്തിൽ പോയിട്ട് ഒരു ചേച്ചി വന്ന പത്രവും പിന്നെ മാതാവിൻ്റെ ഒരു ലോക്കറ്റും തന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ചേച്ചി സംസാരിക്കുകയൊക്കെ ചെയ്തു. ആയിട്ട് കൃപാസനത്തിൻ്റെ പത്രമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനും കൊച്ചും അത് വായിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വായിക്കുകയൊക്കെ ചെയ്തു. മാതാവല്ല, മാതാവ്. ഫുഡ് വാങ്ങാൻ വന്നു ഉച്ചയായപ്പോഴത്തേക്കും. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ വരും. ഇന്ന് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയാണ് ഫുഡ്. ഓരോരുത്തരാണ് ഇങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിളമ്പാണ്. ഞാനാണ് ഫ്രണ്ടിൽ നിന്നത്. അപ്പം പിന്നെ വേറൊരു ചേട്ടൻ വന്ന് നിന്ന്, ചേട്ടന് വയ്യാത്തായിരുന്നു. എന്നിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ റൂമിൽ. ഞങ്ങളെവിടെ പോവാ? ബുക്ക് മേടിക്കാൻ പോവാണ് കേട്ടോ. ബുക്കും മിഠായിയും പെൻസിലും. ആർക്കാ? ഓക്കെ. കാണുമ്പം തന്നെ കണ്ട് മഞ്ഞളിക്കുന്ന തരത്തിലുള്ള വെയിലായിരുന്നു. അതുപോലെ വെയിലായിരുന്നു കേട്ടോ. മേടിച്ച് ആൻറ്റി പിടിക്കാം. ആൻറ്റി പിടിക്കാൻ പൊന്നിൻ്റെ കൈ പിടിക്കണ്ടേ? പോ. സാധനമായിട്ട് മേടിച്ചു ഞങ്ങൾ. നിൽക്ക് എൻ്റെ ഒപ്പം പോ. എന്നാ ഇത് പിടിച്ചോ കയ്യിൽ. നിൽക്ക്. ഇങ്ങോട്ട്. അപ്പം ഞങ്ങൾ കടയിൽ പോയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. തണുപ്പെത്തിയോ? ഓ, വീഴരുത്, ആ കുഴിയിലേക്ക് വീഴരുത്. ദേ അവിടെ കുഴിയൊക്കെ ഉണ്ട് എൻ്റെ പൊന്നെ. ഇതെന്ത് വരയ്ക്കുന്നേ? റെഡ്. ഇതേത് കളറാ? കളർ ഏതാന്ന് പറ. ഇത് യെല്ലോ. ഇതോ? ഇത് ഗ്രീൻ. വെരി ഗുഡ്.
ഇതോ സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂ. കേട്ടോ, ഇത് ഞാൻ വരച്ചത്, ഇത് പൊന്നുകുട്ടി വരച്ചത്. കാണിച്ച്. അങ്ങനെ പറയരുത്, ഇങ്ങോട്ട് പറഞ്ഞു തരരുത്, എന്നോട് ചോദിക്കണം ഏത് കൈ കോക്കോന്ന്. ഈ കൈ കോക്കോ. ഒന്നോടെ. ഈ കൈ കോക്കോ. അയ്യേ. ഇതാരാ ഇത്? ഇത് ഇവിടെ ഇവരെന്നടി ഈ പൊക്കം വെച്ചേ കുറച്ച് ദിവസം കൊണ്ട്. ഇതാരടി ഇത്? ഇതെന്നടി ഗെയിമ? ചേച്ചി ഡിസ്ചാർജ് ആവുന്നവരെ ലിതിമോള് ചേച്ചിയുടെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ആദ്യം ഭയങ്കര നാണമൊക്കെ ആയിരുന്നു. എടാ നിന്റെ അനിയത്തിയാടാ അത്? അവന് നാണ. See you. Okay. നമ്മുടെ അല്ലാണ്ട് പിന്നെ എൻ്റെ കൂടെ അവിടെ കുഞ്ഞിപ്പെണ്ണുണ്ട്, മറ്റേ കുഞ്ഞിപ്പെണ്ണുണ്ട് കളിക്കാൻ കേട്ടോ. എങ്ങോട്ടും പോകരുത്. ഇവിടെ നോക്കണേ. ഞങ്ങൾ പോകുന്നേ. ഇങ്ങോട്ടാ, നമ്മളിങ്ങോട്ടാ. ആദ്യം ഇങ്ങോട്ടേ തിരിച്ചു പോകുന്നു കേട്ടോ. വേണോ ലേസ് വേണോ? വേണ്ട, അവിടെ ചെന്നിട്ട് വിളിക്കാം. ആദ്യക്കാട് എന്നിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെയ്യാൻ പോട്ടെ കേട്ടോ. ഞാനും അതും കൂടെ വണ്ടിക്കകത്ത് കയറി കേട്ടോ. അടിമാലിയിൽ നിന്ന് നമ്മൾ പോരാണ്. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അങ്ങനെ ഞങ്ങൾ രാജക്കാട് വന്നൊന്ന് ഇറങ്ങിയായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല. ശേഷം ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ ആദ്യം ഫ്രണ്ടിലാണ് ഇരുന്നത് ചേട്ടോ. ഞങ്ങളിതേ സിറ്റിയിൽ വന്ന് ഇറങ്ങി. സിറ്റിയിലല്ല, നമ്മുടെ താഴത്തെ ഇവിടെ വളവിൽ വന്ന് ഇറങ്ങി. നമ്മൾ എങ്ങോട്ട് പോകുന്ന ആദ്യം കുർള സിറ്റി എത്തി. വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ഇതേ ലഗേജ് ഉണ്ട് കുറേ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആദ്യം ഏതൊക്കെ മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ട്. വണ്ടി വരുമില്ല കേട്ടാ, നല്ല കാറ്റാട്ടോ. ആദ്യം വണ്ടി വണ്ടി വരും, സൈഡ് പറ്റിപ്പോ. അപ്പം എന്നാലും വേഗം വീട്ടിൽ ചെന്നിട്ട് എനിക്കൊന്ന് കിടക്കണം, എനിക്ക് വയ്യ. ആദ്യം ഒളിച്ചിരുന്നു കേട്ടോ, ആദ്യം വന്നില്ലെന്ന് പറയാതെ. ഓ എന്നെടുക്കുവാ. പന്ന വഴിയാ പറ്റിക്ക്. എന്താറായി ഇരിക്കുന്നേ? പനിയാണോ അവക്ക്? പിന്നെന്തിനാ ഇങ്ങനെ എടുത്തേക്കുന്നത്? അയ്യോ, സഞ്ജി ഞാൻ ലിതിയുടെ കൊണ്ടുപോകുന്നു. അവനെ കൊണ്ടുപോകുന്നില്ല. ഇല്ല ഇല്ല, അവൻ വന്നാ നോക്ക്. അവിടെ ഏത് നിക്കുന്നു? ഒന്ന് പോയി നോക്ക്. ഏത് നിനക്കാ ഓട്ടത്തിൽ ആരവിടെ പോയി നിക്ക. എടാ നിന്നെ കണ്ടടാ, നീ അവിടെ നിന്ന് നീ അവിടെ നിക്കുന്ന കാണാം. പോടാ, അത് കളയടാ. ഞാൻ നോക്കട്ടെ, ചീനിച്ചു പോയാൽ നോക്കട്ടെ. ചേട്ടായി ആയിരുന്നു കേട്ടോ, ഇത് ചേട്ടനായിരുന്നു. നമ്മുടെ കൈയും പള്ളാട്ട് അവിടുത്തെ പോതാല്ലേ.
പെണ്ണു മടുത്തോടി തണ്ണിയിരുന്ന് അതെന്നതാ ഈ ചേട്ടായി കാണിക്കുന്നത്? ചേട്ടായി തല്ലുപൊളി ചേട്ടായി രാത്രി പിടിക്കാൻ പോയി കുഞ്ഞത് അവിടെ അവളെന്നോട് പഠിക്കാം അല്ലാതെ പോലെന്ന് പറഞ്ഞു എന്നോട്. ഇല്ല അവള് പോണ. അയ്യോ അപ്പൊ ഞാന് ദേ വീട്ടിലെത്തി. നിർത്താതി മണ്ണ് മുഴുവൻ പോയല്ലോ. അവൻ പനിയല്ലായിരുന്നോ? അപ്പൊ ഞാനും ആദ്യം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ പെണ്ണും ചാച്ചിയമ്മയും അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യക്ക് ഇതേ ഉപ്പുമാവ് കഴിക്കുകയാണ്. അതുപോലെ പെണ്ണും ഉപ്പുമാവൊക്കെ കഴിക്കണം, ചായ ഉപ്പുമാവൊക്കെ. അപ്പോൾ ഇന്ന് ആശുപത്രി പോയിട്ട് ബേബീനെ ഇനി ചൊവ്വാഴ്ച ആട്ടോ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ ചേച്ചിക്കും ഇതുപോലെ തന്നെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഇങ്ങനെ നിർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ സിസേറിനൊക്കെ ആയതുകൊണ്ട് ഡോക്ടർ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നിട്ട് ചേച്ചിയോട് കുറച്ച് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഇനി അവിടെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. ആ ടെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് വിടത്തുള്ളൂ. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചേച്ചിക്ക് പറഞ്ഞ പോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. പിന്നെ അറിയാലോ ഒരമ്മയ്ക്ക് കുഞ്ഞടുത്തില്ലാത്തപ്പോൾ എത്രമാത്രം എന്താ സങ്കടം ഉണ്ടാവും അല്ലേ? ഉണ്ടായിട്ട് ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റിയിട്ടില്ല ചേച്ചിക്ക്. അതിൻ്റേതായ സങ്കടമൊക്കെ ചേച്ചിക്കുണ്ട്. ചേച്ചി ടെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഏതൊരു അമ്മമാർക്ക് അതൊരു വേദന തന്നെയാണ് കേട്ടോ. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞാവേം വരും, ചേച്ചിക്കും വീട്ടിൽ പോവാം. ബാക്കിയൊക്കെ പിന്നെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നു. കൊച്ചിൻ്റെ അടുത്ത് ചേട്ടായുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ലിതിമോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ലിതിമോൾ അവിടെ ഉണ്ടാവും. പിന്നെ അമ്മച്ചിക്ക് കൈക്ക് തീരെ വയ്യാട്ടെ. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് യാത്ര തന്നെ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കാശിമേൽ എടുത്താണ് ഞങ്ങൾ നാളെ പോകും. പിന്നെ ആദ്യം വന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് ആദ്യം ഇവിടെ ഉണ്ടാവും. ലിതിമോളുള്ളതുകൊണ്ട് അവിടെ അമ്മയ്ക്ക് എവിടെയോ പോയേക്കാണ്, ചേട്ടായും ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഉള്ളതുകൊണ്ട് ആദ്യനെ കൊണ്ടുവന്നാലും 2 ദിവസം ക്ലാസ്സില്ല. തിങ്കളും ചൊവ്വയും ക്ലാസ്സില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറെ വിശേഷം കാര്യമൊന്നുമില്ല. എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് ബൈ പറ. ഓക്കെ ബൈ ബായ്. അപ്പോൾ ശരി, ഓക്കെ ബൈ.